ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. നല്ല രീതിയിലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് ഇപ്പോൾ ലൈവിനകത്ത്. ജിഷിനും ജിസയിലും ഭക്ഷണം കഴിച്ചിട്ടില്ല, അതിനെ ചൊല്ലിയുള്ള ഒരു ഫൈറ്റാണ്. ഇവർ രാവിലെ ഭക്ഷണം കഴിച്ചതാണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കാനായിട്ട് പറ്റിയിരുന്നില്ല. അനുമോളുമായിട്ടൊരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്, പിന്നെ ഒനീലുമായിട്ടൊരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട് ജിഷിൻ. അപ്പൊ എന്റെ ഭക്ഷണ സ്വാതന്ത്ര്യത്തെ മുടക്കിയിരിക്കുകയാണെന്നൊക്കെയാണ് ജിഷിൻ പറയുന്നത്. രാവിലെ ഇവർ ഫുഡ് കഴിച്ചതാണ്, അത് ഉള്ള കാര്യമാണ്. അനീഷ് അത് 2-3 തവണ ഇത് എംഫസൈസ് ചെയ്യുന്നുണ്ട് ലൈവിനകത്ത്. അപ്പോ അനുമോളുമായിട്ട് ജിഷിനൊരു പ്രശ്നം ഉണ്ടായപ്പോ, അത് എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മീൻകറി ഉണ്ടാക്കിയ കൈകൊണ്ട് വെജ് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ജിഷിൻ പറയുന്നു. അത് അനുമോൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ ഒരു ഫൈറ്റ് ആണ്. അപ്പൊ അതിൽ ഒനിയിൽ ഇടപെട്ട് ഞാൻ വെജ് ഭക്ഷണം ഉണ്ടാക്കി തരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോ വീണ്ടും ജിഷിൻ ആ ഒരു ഇത് കാണിക്കുന്നുണ്ട്, മുട കാണിക്കുന്നുണ്ട്, ഞാൻ തന്നെ ഉണ്ടാക്കിയോളാം, ഇതുവരെ അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫൈറ്റ് ആവുന്നുണ്ട്. ഇപ്പോഴും അത് ആ ഒരു ഫൈറ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നോൺ വെജ് ഭക്ഷണം ഉണ്ടാക്കുന്ന കൈകൊണ്ട് വെജ് ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് വൻ മണ്ടത്തരമാണെന്ന് മാത്രമല്ല, അഹങ്കാരമാണ്, കോമഡിയാണ്. ഈ പുറത്ത് ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ നമ്മളൊക്കെ. ഒരു വെജ് ഹോട്ടലിൽ പോയി നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണം വാങ്ങുമ്പോൾ അത് ഉണ്ടാക്കിയത് നോൺ വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവരല്ല എന്ന് നമുക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ലല്ലോ. അപ്പോ അത്രേ ഉള്ളൂ ഈ ഒരു സംഭവം. ഇതിനകത്ത് ഇപ്പൊ നോൺ വെജിറ്റേറിയൻസ് മീൻ കഴുകിയ കൈകൊണ്ട് വെജ് ഭക്ഷണം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാനില്ല. ഇതൊരു കോണ്ടന്റ് ആണ്, ദിസ് ഇസ് എ ഗെയിം. ജിഷിന്റെയും ജിസേലിന്റെയും ഒരു ഗെയിമാണ്. ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഒരു സിമ്പത്തി ഉണർത്താനുള്ള ഒരു ഗെയിം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് പറഞ്ഞിട്ട് ഇവര് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒനിയിലും അതേപോലെ തന്നെ ഇവരെല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു, ഇതുവരെ ഉള്ളൊരു റൂൾ അങ്ങനെയൊന്നും അല്ലായിരുന്നു. വെജ് കഴിക്കുന്നവർ വെജുകാർ മാത്രം തന്നെ ഫുഡ് ഉണ്ടാക്കി അങ്ങനെ കഴിക്കുന്ന ഒരു റൂള് ഒരിക്കലും ബിഗ് ബോസ് ഹൗസിനകത്ത് പ്രാവർത്തികമല്ല. കിച്ചൺ ടീമായിട്ടുള്ളവര് ആണ് എല്ലാവർക്കും വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നത്. കിച്ചൺ ടീം ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കുക എന്നുള്ളൊരു കാര്യമുള്ളത്. ഇപ്പൊ വെജ് ആണെങ്കിൽ വെജ് ഫുഡ് കഴിക്കുക, നോൺ വെജ് ആയിട്ടുള്ളവർ നോൺ വെജ് കഴിക്കുക, അത്രേ ഉള്ളൂ സംഭവം. പിന്നെ ഇതിനകത്ത് ഇപ്പം നോൺ വെജ് കഴിക്കുന്നവര് വെജ് ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അതൊരു അതിനൊന്നും ചിന്തിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അയിത്തം പോലുള്ള കാര്യങ്ങളാണ്, ഡിസ്ക്രിമിനേഷൻ അങ്ങനെയൊക്കെ പറയാം നമുക്ക് ഇതിനെ വേണമെങ്കിൽ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.